മേഘവിസ്ഫോടനമുണ്ടായ ഉത്തരാഖണ്ഡിൽ 4ാം ദിവസവും ദൗത്യം തുടരുന്നു. 226 പേരെ രക്ഷപ്പെടുത്തിയതായി വ്യോമസേന അറിയിച്ചു. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണെന്ന് ഉത്തരാഖണ്ഡ് PCC അധ്യക്ഷൻ കരൺ മെഹ്റ 24നോട് പറഞ്ഞു. ദുരന്ത മേഖലകളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. സൈന്യത്തിന്റെ 2 ചിനൂക്ക്, 2 MI-17 എന്നിവയ്ക്ക് പുറമെ 8 ഹെലികോപ്റ്ററുകളും രക്ഷാപ്രവർത്തനത്തിനുണ്ട്. 20 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ എയർ ഡ്രോപ്പ് ചെയ്തു. 130 രക്ഷാപ്രവർത്തകരെ ദുരന്ത മേഖലയിൽ എത്തിച്ചു. ഉന്നത ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി കൂടിക്കാഴ്ച നടത്തി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്ന് ഉത്തരാഖണ്ഡ് കോൺഗ്രസ് അധ്യക്ഷൻ കരൺ മെഹ്റ 24നോട്. वहाँ कुछ पोकलेंट्स और कुछ JCB मशीन्स को उठा के वहाँ पहुँचाने की ज़रूरत है ताकि रेस्क्यू ऑपरेशन तेजी से हो, क्योंकि मैनुअली इट इज़ नॉट पॉसिबल. ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ ISRO പുറത്തുവിട്ടു. ഹർഷിൽ, നെലാങ്, മദാലി എന്നിവിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന 600ഓളം പേരെ രക്ഷപ്പെടുത്തി. ദുരന്ത മേഖലയിലുള്ളവർക്ക് പരസ്പരം വിവരങ്ങൾ കൈമാറാനായി സാറ്റലൈറ്റ്, റേഡിയോ റിലേ ഫോൺ സൗകര്യം ഒരുക്കിയതായി കരസേന അറിയിച്ചു. ധരാലിക്കും മുഖാവ ഗ്രാമത്തിനുമിടയിൽ ഭാഗീരഥി നദിയിൽ നടപ്പാലം നിർമ്മിച്ചു. ദുരിതബാധിതർക്ക് സഹായം എത്തിക്കണമെങ്കിൽ റോഡിൻ്റെയും പാലത്തിൻ്റെയും പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുള്ള തീവ്ര ശ്രമത്തിലാണ് സൈന്യവും ബോർഡർ റോഡ് ഓർഗനൈസേഷനും. ഉത്തർകാശിയിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.